ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, ഇനി വേണ്ടെന്ന് പറഞ്ഞ ആ വ്യക്തി പോയി, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾക്ക് എസ്പെഷ്യലി ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്രദമാകും. കാരണം 6 പവർഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഇതിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇമോഷണലി നമ്മൾ വളരെയധികം ഡൗൺ ആയിരിക്കും. വളരെയധികം വിഷമത്തിലായിരിക്കുന്ന സമയത്ത് നമുക്കൊരു വ്യക്തിയെ വീണ്ടും അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫസ്റ്റ് നമ്മൾ ധൃതി കാണിക്കാതെ, അല്ലെങ്കിൽ പെട്ടെന്ന് ശരിയാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വിളിച്ചിട്ട് ശരിയാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ട് പറയിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളപ്പം ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ധൃതി പിടിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോകാനായിരിക്കും ചിലപ്പോൾ സാധ്യതയൊരുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യാണ്ട് നമ്മുടെ ആ ഇമോഷൻസിനെ പതിയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഒത്തിരി വിഷമത്തിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അവരെ വീണ്ടും അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം, ഓവറായിട്ട് പെട്ടെന്ന് റിസൾട്ട് വേണം എന്നുള്ളത് ചിന്തിക്കാണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ 100% ആ വ്യക്തി തിരിച്ചു വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പ്രയർ ഇപ്പോൾ പറഞ്ഞുതരാം. ആ പ്രയർ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു 5 മിനിറ്റ്സ് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്യുക. ആ പ്രയർ ഇതാണ്: ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് നൽകുന്നു എന്നുള്ളത് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, പറയാം. അപ്പോൾ ഇത് ഞാൻ ഒരു തവണയാണ് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് താഴത്ത് പറ്റുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ പ്രയർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താങ്ക് യു എന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഒരുപാട് ടെക്നിക്കുകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ടിപ്പ് നമ്പർ 1 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി 5 കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റ് ആണ്. അഥവാ പല ആളുകളും ഈ നോ കോണ്ടാക്റ്റിനെ വളരെ ചെറിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ പറയുന്നു 100% നിങ്ങൾക്ക് റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് 1-2 തവണ സംസാരിച്ച് നോക്കി, സംസാരിച്ചിട്ടൊന്നും ഓക്കെ ആവാത്തൊരു കേസാണ് എന്ന് വിചാരിക്കുക. ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങളെ വേണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് അവരെങ്കിൽ നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് പോകാം. ശ്രദ്ധിച്ച് കേൾക്കണേ. പല ആളുകളുണ്ട്, ചെറുതായിട്ടൊന്ന് സംസാരിച്ചാൽ ക്ലിയർ ചെയ്യാവുന്ന പ്രശ്നം സംസാരിക്കാതെ നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്ന ആളുകൾ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ സംസാരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തു, സംസാരിച്ച് നോക്കി, എന്നിട്ടൊന്നും ഓക്കെ ആവാത്ത കേസിലാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു നോ കോണ്ടാക്റ്റ് റൂളിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ അവരിൽ സംഭവിക്കും. ഒന്ന്, നമ്മളോടുള്ള ആ ദേഷ്യവും പകയും ഒക്കെ ഒന്ന് കുറക്കാൻ അത് വളരെയധികം സഹായിക്കും. ഫോർഗീവ് ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ കില്ല് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ നെഗറ്റീവായിട്ടുള്ള അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന തോട്ട്സുകളും ഇമോഷൻസും ഒക്കെ ഒന്ന് കുറഞ്ഞു വരാനും അവരൊന്ന് ഹീലാവാനും നിങ്ങളിവിടെ നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യുന്നത് വഴി സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ചില ആളുകൾ നേരെ മറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ഈ തീരെ കോണ്ടാക്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എന്നെ മറക്കുവോ, അല്ലെങ്കിൽ ഞാനില്ലാണ്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ അവരിനി മൂവ് ഓൺ ആയിട്ട് മുന്നോട്ട് പോവോ, അല്ലെങ്കിൽ ആ സമയത്ത് വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരോട് ഓക്കെ പറഞ്ഞ് പോവോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ ഈ സ്ട്രാറ്റജി കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർക്കാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്യുക. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ഓർക്കുക. അതിൻ്റേതായിട്ടുള്ള ഒരു പവർ ഉണ്ട്. ആ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യത്തിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞ് സംസാരിച്ചാലൊന്നും ക്ലിയർ ചെയ്യാത്ത വിഷയമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗൈഡൻസ് തരാം. അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. അത് നോ കോണ്ടാക്റ്റിന് ശേഷം നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങോട്ട് വിളിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ എപ്പോഴും എൻജോയബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. ട്രൈ ചെയ്യല്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ആ രീതിയിൽ തന്നെ നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുക. ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊന്നും എടുത്തിടാതെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് അന്ന് അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഈ പാസ്റ്റിലെ കാര്യങ്ങൾ മൊത്തം വീണ്ടും കൊണ്ടുവന്ന് അവരെ വീണ്ടും തിങ്ക് ചെയ്യിപ്പിച്ച് വീണ്ടും നിങ്ങളോട് ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വീണ്ടും പോവരുത്. അപ്പോൾ ആഫ്റ്റർ നോ കോണ്ടാക്റ്റിന് ശേഷം നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാര്യങ്ങൾ. കാരണം അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു കോൺവെർസേഷൻ എൻജോയബിൾ ആക്കുക. പ്രസൻറ്റ് ഫ്യൂച്ചർ ഇത് മാത്രം സംസാരിച്ചാൽ മതി. അവർക്ക് എൻജോയ്മെൻ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ അവിടെ സംസാരിക്കരുത്. അത് വേണമെന്ന് കരുതിയിട്ട് തന്നെ സ്കിപ്പ് ചെയ്യുക ആ ഒരു കോൺവെർസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എൻജോയബിൾ കോൺവെർസേഷൻ ആയിരിക്കണം ആഫ്റ്റർ നോ കോണ്ടാക്റ്റിന് ശേഷം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നമുക്ക് അവരോട് അസൂയൊക്കെ തോന്നാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, അത് അവരോട് പറയരുത്, നമ്മൾ മുമ്പിൽ അത് ഷോ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കലിപ്പാവും. കാരണം നമ്മളോട് പിണങ്ങിയിരിക്കുകയാണ്, നമ്മളോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, അവരവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയിട്ട് നല്ലൊരു സെൽഫിയൊക്കെ ഇടുന്നു സുഹൃത്തുക്കളുടെ കൂടെ. അപ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സെക്സിലുള്ള വ്യക്തിയുടെ കൂടെ ആണെങ്കിൽ നമുക്കൊന്നുകൂടി കലിപ്പാവും. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് അവരോട് അസൂയ ഉണ്ടാവും, ജലസും ഉണ്ടാവും, അല്ലേ, നമുക്ക് ദേഷ്യവും എല്ലാം കൂടി ഒന്നിച്ചു വരും. അപ്പം നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ആരുടെ കൂടെയാണ് ഫോട്ടോ ഇട്ടത്, അല്ലെങ്കിൽ പുതിയ ആൾ സെറ്റായോ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ആ ഒരു കോൺവെർസേഷൻസ് ഒക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരോട് അസൂയ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സമാധാനപരമായിട്ട് ഒന്ന് പേഷ്യൻസ് കാണിച്ച് അതൊന്ന് കൺട്രോൾ ചെയ്യുക. അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കാണ്ടിരിക്കുക. നമ്മളും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമ്മളിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, നമുക്ക് കുറ്റബോധമുണ്ട് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. കോണ്ടാക്റ്റ് 30 ഡേയ്സിന് ശേഷമാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നോ കോണ്ടാക്റ്റിൻ്റെ പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കോണ്ടാക്ട് ചെയ്യരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അസൂയ തോന്നിയാൽ പോലും അത് നമ്മൾ പ്രകടിപ്പിക്കരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ സമയത്ത് നമുക്ക് ഒത്തിരി സമയം ഉണ്ടാവും, അല്ലേ. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവിടെ അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എസ്പെഷ്യലി നോ കോണ്ടാക്റ്റിൻ്റെ ടൈമിലൊക്കെ നമ്മുടെ ഫാമിലിയുമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര വിഷമത്തിലോട്ട് പോകും, ഇതെന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടേ. അപ്പോൾ അതിന് പകരം മാക്സിമം ടൈം മറ്റുള്ള വ്യക്തികളുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ. അപ്പം നമുക്കൊന്നുകൂടി പെട്ടെന്ന് റിക്കവർ ആവാനായിട്ട് പറ്റും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ബി വില്ലിങ് ടു പ്ലേ സം മൈൻഡ് ഗെയിംസ് എന്നുള്ളതാണ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചില ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അത് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ആഫ്റ്റർ നോ കോണ്ടാക്റ്റിന് ശേഷം അവർ നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്തേ വളരെ ഷോർട്ടാക്കിയിട്ട് മാത്രം റിപ്ലൈ ചെയ്യാം. അതൊരു ടെക്സ്റ്റിംഗ് സ്കില്ലാണ്, ഒരു ടെക്സ്റ്റിംഗ് സീക്രട്ടാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ റിപ്ലൈ വാരി വലിച്ച് കൊടുക്കാതിരിക്കുക. കുറച്ച് ലേറ്റായിട്ട് റിപ്ലൈ കൊടുക്കുക, ഷോർട്ടാക്കിയിട്ട് റിപ്ലൈ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അവർ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അതിനുള്ള മറുപടി മാത്രം കൊടുക്കുക. ഇപ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഫൈൻ, വെൽ ഗോയിങ് എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം നിന്റെ ലൈഫ് എങ്ങനെ പോകണോ അങ്ങോട്ട് ചോദിക്കേണ്ട തുടക്കത്തിലൊക്കെ. ഓക്കെ, പിന്നെ കുറച്ചൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് പതിയെ അങ്ങോട്ടും സുഖമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കോൺവെർസേഷൻസ് കുറച്ച് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക, ഷോർട്ടായിട്ട് ആൻസർ കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു മൈൻഡ് ഗെയിംസ് ആണ്. ഇതൊക്കെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് അവരെ വലിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും, നമ്മുടെ മൈൻഡിൻ്റെ പവറും നമ്മുടെ ആ ഒരു സ്കില്ലും ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ അടുത്തൊരു മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്, എപ്പോഴും അവൈലബിൾ ആവാണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ അവർ വിളിക്കുന്ന സമയത്ത് ബിസിയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക എന്ന് പറയാം. എന്നിട്ടൊരു 1 hour കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുക. ആ ഒരു 1 hour അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കട്ടെ.
അവർക്ക് നമ്മളെ മിസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ നമ്മൾ കൊടുക്കാം. സോ എപ്പോഴും അവൈലബിൾ ആവരുത് എന്നുള്ളത് ഒരു മൈൻഡ് ഗെയിമാണ്. ദെൻ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ജോളിയാണ്, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ അടിപൊളിയായിട്ടാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്കിലും കാര്യങ്ങളിലും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ അവർ കാണട്ടെ. അല്ലാതെ ചില ആളുകളുണ്ട് വെറും സാഡ് സ്റ്റാറ്റസ് ഇട്ട്, സാഡ് കോഡ്സ് ഇട്ടിട്ട്, ഒരു സാഡ് മ്യൂസിക് ഇട്ടിട്ട് ഞാൻ ദുഃഖത്തിലാണെന്ന് എല്ലാവരെയും അറിയിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഹാപ്പി ആയിട്ടുള്ള പിക്ചേഴ്സ് മാത്രം ഇടുക, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യാം. അത് ഒരു മൈൻഡ് ഗെയിമാണ്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്ന് അവരെ അറിയുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ചിന്ത വരും, നമ്മുടെ കൂടെ കൂടണമെന്ന് തോന്നും. അങ്ങനെ അവരെ മിസ് ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ള മറ്റൊരു മൈൻഡ് ഗെയിമാണത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റിന് ശേഷമോ അല്ലെങ്കിൽ ഈ ടിപ്സുകൾ മീൻസ് ഈ ലാസ്റ്റ് പറഞ്ഞ ടിപ്പ് ഉണ്ടല്ലോ, ഈ ഹാപ്പി ആയിട്ടുള്ള പോസ്റ്റുകൾ ഇടുക, സ്റ്റാറ്റസ് ഇടുക എന്നുള്ളതൊക്കെ, അത് നോ കോണ്ടാക്ട് റൂളിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ റിപ്ലൈ കൊടുക്കുന്നതും പരിപാടികളൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ നോ കോണ്ടാക്ട് റൂളിന് ശേഷം, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 6ഓളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ എക്സിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഹാപ്പി ആയിട്ട് അവരുമായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യണം, നിങ്ങളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ ഫോളോവർ ആണെങ്കിൽ ഈ ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടുക, ചേസിങ് അഫർമേഷൻ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം ആ അഫർമേഷൻസ്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ്സ് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക. തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യുക. ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്തിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിരിക്കും. യാതൊരു സംശയവുമില്ല, ആ സ്നേഹം കുറച്ചുകൂടി കൂടുതൽ തീവ്രമാകും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ചേസിങ് അഫർമേഷൻ വേണ്ട ആളുകൾ മെസ്സേജ് ഇടാൻ മറക്കണ്ട, മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിനും പിന്തുണ നൽകുന്നതിനും. നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒത്തിരി വീഡിയോസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴത്ത് കമൻ്റായിട്ട് ചോദിക്കാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്.